ഞാൻ തൂക്കുന്ന കണ്ടുകൊണ്ട് അവനും പറഞ്ഞു അവനും തൂക്കണമെന്ന്. അങ്ങനെ അവൻ ചൂലെടുത്ത് ഞാനങ്ങ് കൈ കൊടുത്തു. ആ ചൂലിൻ്റെ കോലം ഞാൻ തൂത്ത് ചെറുതായതാണ്. ഇപ്പോൾ മനസ്സിലായി പിള്ളേർ നമ്മളെ കണ്ടാ പഠിക്കുന്നതെന്ന്. രാവിലെ ചായ കുടിക്കുമ്പോഴുള്ള ഡിസ്കഷനാണ് ഇത്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്, കുഞ്ഞാണ് കേട്ടോ. ഇന്ന് ഗോതമ്പിൻ്റെ പുട്ടല്ല, ഇന്ന് അരിപ്പൊടിയുടെ പുട്ട. മാറ്റി പിടിച്ച് ഇന്ന് അരിപ്പൊടിയുടെ പുട്ടാക്കാന്ന് വെച്ചു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എഴുതുന്നതേണ്ടേ വണ്ടിയുമായിട്ട് ഓടിക്കുന്നു, ലൈസൻസ് പോലും ഇല്ല. ഇപ്പോൾ അവിടെ പോയി മുക്കും കുത്തി വീഴും കണ്ടോണേ. ഒന്നും പറ്റില്ല കേട്ടോ. ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഇന്ന് കല്യാണവും ഹൗസ് വാമിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ കുഞ്ഞുമായിട്ടങ്ങ് രാവിലെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ മീനും വറുത്ത് മുട്ടയും വറുത്തിട്ട് ഇന്ന് നല്ലപോലെ ചോറ് കഴിക്കാമെന്ന്. എനിക്ക് പോകാനൊരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ ഒരു സെറ്റ് മീൻ അങ്ങ് വറുത്തെടുത്ത്. രാവിലെ മസാല പുരട്ടി വെച്ചതുകൊണ്ട് വലിയ പണിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ അതവിടെ വറുത്ത് അടുത്ത സെറ്റ് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്താണെങ്കിൽ അപ്പച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് മുട്ട പൊരിക്കാൻ നേരം. മുട്ട മറ്റേ സവോളയും അങ്ങനെ ഇട്ടൊന്നുമല്ല, ബുൾസൈ പോലെ വറുത്തെടുക്കുക. അങ്ങനെ ഗ്യാസൊക്കെ ഓണാക്കി അപ്പച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. സത്യം പറഞ്ഞാൽ എണ്ണ ചൂടാട്ടെന്നും പറഞ്ഞ് വെച്ചതാ. തീ കൂട്ടി വെച്ച കാര്യം ഞാൻ മറന്നുപോയി. അതവിടെ അങ്ങനെ ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ മീൻ തിരിച്ചിടുക. അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പില ഇടുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. കറിവേപ്പില ഇട്ട് അടുക്കി പിടിക്കത്തില്ല, പിന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. അതെല്ലാം തിരിച്ചിട്ടിട്ട് ഇപ്പുറത്ത് പുക കയറുന്നുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. പിന്നെ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 കറക്കം കറക്കി അടച്ചങ്ങ് വെച്ചു. എന്നിട്ടും ഞാൻ തീ കൂട്ടി വെച്ചു, കുറച്ച് വെച്ചില്ല കേട്ടോ. അങ്ങനെ ചോറൊക്കെ നിവർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വല്യമ്മക്ക് ചോറും കറിയും വല്യമ്മ മാത്രം ഉണ്ടാക്കും. ചില സമയത്ത് ഉമ്മ ഉണ്ടാക്കി കൊടുക്കും, ചില സമയത്തെല്ലാം ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്കൊക്കെ വല്യമ്മ ഉണ്ടാക്കും. ഇത് എനിക്ക് ഇക്കാക്കും എൻ്റെ ആങ്ങളയ്ക്കും മാത്രമുള്ളതല്ലേ, അപ്പോൾ കുറച്ച് മതിയായിരുന്നു. അങ്ങനെ അതെല്ലാം നിവർത്തി വെച്ചിട്ട് രണ്ടാമത്തെ സെറ്റ് മീൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സവോള ഇടുന്ന കാര്യം അതും ഞാനങ്ങ് മറന്നുപോയി. പുക കയറി മുട്ടയുടെ ചെറിയ കരിഞ്ഞ മണം വന്നപ്പോഴാണ് ഈ മുട്ട ഇരിക്കുന്ന കാര്യം ഞാൻ ഓർത്തത്. തീ കുറച്ച് വെച്ചിട്ട് തിരിച്ചിട്ടപ്പോഴത്തേക്കും ഒരുപാട് കഴിഞ്ഞൊന്നുമില്ല. ഇങ്ങനെ കഴിക്കുന്നതും എനിക്കിഷ്ടമൊക്കെയാണ്. അങ്ങനെ ഞാൻ അതെല്ലാം കൂടി എടുത്തിട്ട് ചോറൊക്കെ വിളമ്പി മീനും പൊരിച്ചതും മുട്ട എടുത്തു. ഒഴിച്ചു കറി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വന്നപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. അവർക്ക് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നാണ് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അനിയത്തിയും കസിൻസ് എല്ലാം വന്ന് അവരുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങാമെന്ന് വെച്ചു. പുറത്തോട്ടിറങ്ങുന്നത് അഴീക്കൽ ബീച്ചിലോട്ടാണ് കേട്ടോ. അവിടെ നല്ല വൈബാണ്. എനിക്ക് അവിടെയാണ് ഇഷ്ടം. ഇത് വലിയ അഴീക്കൽ പാലം. എനിക്ക് എവിടെ പോയാലും എനിക്ക് അഴീക്കൽ പോകുന്നതിൻ്റെ ഒരു സുഖം എനിക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. അഴീക്കൽ ഒരു പ്രത്യേക വൈബാണ്. നിങ്ങൾ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴേ തിരിച്ച് വീട്ടിൽ വരത്തുള്ളൂ. ഇത് പാലം സൺസെറ്റും കണ്ടുകൊണ്ട് അങ്ങ് അറ്റം വരെ നടക്കാണ്. അങ്ങ് അറ്റം വരെ പോകണമെന്നുണ്ട്. പകുതിക്ക് പോവും, പകുതിക്ക് തിരിച്ച് വരും. അങ്ങനെയാണ് എപ്പോഴും. ഇവിടെ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ മീൻ കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള സ്റ്റാച്ചു പോലെ നിൽക്കുന്നുണ്ട്. അതെ, അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്താ കാഴ്ച നോക്കണമല്ലോ. ചെന്ന് കയറി നോക്കിയപ്പോൾ വലിയ സെൽസൊന്നുമില്ല, കാറ്റും ഇല്ലെന്നേ. അല്ല തിരിച്ചിറങ്ങി ഞങ്ങൾ ഇപ്പുറത്ത് കല്ല് വന്നിരുന്നപ്പോൾ ദീപന്മാർ വന്നു. ഇത് നേജാദ്, സുബി, മാഹിൻ ഇവനൊക്കെ ഇവ രണ്ടുപേരും ഇടയ്ക്ക് കാണുമല്ലോ. പിന്നെ ഇവന്മാർ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നേ കേട്ടോ. ഡയറക്റ്റ് അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. ഇതെൻ്റെ കെട്ടിയവനാണ്. കുറേ നേരം അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാത്രി ആയപ്പോൾ തിരിച്ച് ഇറങ്ങാമെന്ന് വെച്ചു. അനിയത്തെ കൊണ്ട് വീട്ടിൽ വിടണം. അപ്പോൾ ഇത് ഇവിടെ കണ്ടത്. ഇത് ആദ്യമായിട്ട് വന്നേ കേട്ടോ. പുതിയതായിട്ട് വന്നേ, കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ഇതാണ് എനിക്ക് ഇക്ക സെലക്ട് ചെയ്ത് തന്നത്. ഞാൻ പിന്നെ വേറെ ഒന്നും എടുത്ത് വെച്ചപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ എടുത്തു. അവരുടെ പേജിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാമായിരുന്നു. അങ്ങനെ വിധിച്ച് അനിയത്തെ കൊണ്ട് വീട്ടിൽ വരണമല്ലോ. അങ്ങനെ നേരെ കായംകുളത്ത് പോയി. ചായക്കൂപ്പറിലെത്തിയപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി. അങ്ങനെ ബ്രെഡ് പോക്കറ്റ് വാങ്ങിച്ചിട്ട് ചായയും കുടിച്ച് നേരെ അവളെ കൊണ്ടുവിട്ട് ഇനി തിരിച്ച് വീട്ടിൽ പോകണം.